ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെള്ളിത്തിരയിലെ താരമായ അപ്പാനി ശരത്തിന്റെ ജീവിതകഥയാണ്. ഒരു സാധാരണക്കാരനിൽ നിന്ന് പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്ത് സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുത്ത ഒരു പോരാളിയുടെ കഥ. ശരത് കുമാർ, അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. നാടകവേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഈ കലാകാരന്റെ ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല. അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെങ്കിലും ആ വിജയത്തിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥയുണ്ട്. കോട്ടയത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ശരത് ചെറുപ്പം മുതലേ അഭിനയത്തോടടങ്ങാത്ത അഭിനിവേശം കാണിച്ചു. തിരുവനന്തപുരം കലാമണ്ഡലത്തിലെ നാടക സംഘത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അവതരിപ്പിച്ച സൈക്ലിസ്റ്റ് എന്ന നാടകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി. സിനിമയിൽ അവസരങ്ങൾക്കായി അദ്ദേഹം ഒരുപാട് വാതിലുകൾ മുട്ടി. അങ്കമാലി ഡയറീസിന് ശേഷം കുറച്ചുകാലം സിനിമയിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് നാളുകൾ അവസരമില്ലാതെ അദ്ദേഹം വിഷമിച്ചു. വാടക കൊടുക്കാൻ പോലും പൈസയില്ലാത്ത അവസ്ഥയിൽ റൂമിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സിനിമ വിട്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാൻ പോലും അദ്ദേഹം ആലോചിച്ചു. പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി ഭാര്യ രേഷ്മയും കുടുംബവും ഉണ്ടായിരുന്നു. അവരുടെ പിന്തുണയും സ്നേഹവുമാണ് അദ്ദേഹത്തെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. ഒരുപാട് ഹ്രസ്വചിത്രങ്ങളിലും ഓട്ടോശങ്കർ എന്ന വെബ് സീരീസിലുമെല്ലാം അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ശരത് വെറുമൊരു നടൻ മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയാണ്. സാമൂഹിക പ്രശ്നങ്ങളിൽ അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. കാരണം താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറ്റുള്ളവർക്കുണ്ടാകരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് വളരെ സന്തോഷവാനും തമാശക്കാരനുമായാണ്. എന്നാൽ അതിനപ്പുറം ഒരുപാട് വേദനകളും സ്വപ്നങ്ങളുമുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ സ്വപ്നങ്ങളെ കൈവിടാതെ പോരാടണം എന്നാണ്. അപ്പാനി ശരത്തിന്റെ ഈ യാത്ര നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.